ട്രാക്ക് അക്കാദമി ഓൺലൈൻ കെമിസ്ട്രി സീരീസ് ക്ലാസ്സിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. പീരിയോഡിക് ടേബിൾ ആൻഡ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻസ് എന്ന് പറയുന്ന കെമിസ്ട്രി ചാപ്റ്ററിൽ നമ്മൾ ആദ്യം ചെയ്തത് 13 മുതൽ 18 വരെയുള്ള ഗ്രൂപ്പുകളുടെ ഓരോ എലമെൻറ്റുകളുടെയും പേരും അത് നമ്മൾ പാട്ട് രൂപേണ പഠിച്ചെടുത്തു. നിങ്ങൾക്ക് ഓർമ്മയുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ ഒരു ക്ലാസ്സിൽ നിങ്ങൾ അറ്റംപ്റ്റ് ചെയ്യുമ്പോൾ ഈ വീഡിയോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ കയ്യിൽ കെമിസ്ട്രിയുടെ നോട്ട്ബുക്ക് നിർബന്ധമാണ്. പുസ്തകം ഷുവർ എ പ്ലസിൻ്റെ പുസ്തകമുള്ളവർക്ക് അത് കയ്യിൽ വെച്ചാൽ മതിയാകും. സോ ഇനി പറയാനുള്ളത്, നമ്മൾ ആദ്യത്തെ പാർട്ടിൽ ചെയ്തത് 13 മുതൽ 18 വരെയുള്ള പി ബ്ലോക്ക് മൂലകങ്ങളുടെ പാട്ടായിരുന്നു നമ്മൾ പഠിച്ചത്. ഓർമ്മയുണ്ടോ അത്? എങ്കിൽ നമുക്ക് എൻ്റെ കൂടെ ഒന്ന് പാടി നോക്കുക. ഓക്കെ, ഞാൻ പാടിത്തരാം. ബാറിൽ വെച്ചലം ഉണ്ടാക്കിയ ഗല്ലിലെയും കൂട്ടരെയും ഇന്ത്യക്കാര് തല്ലിക്കൊന്ന്, കൊഞ്ചുറിങ് സിനിമ കണ്ട ജർമേനിയം സായിപ്പ് ടിന്നും ലഡും കൊണ്ടോടിപ്പോയി. ആഹാ, നൈട്രജനും ഫോസ്ഫറസും ആർസനിക്കിൽ വീട്ടിൽ ചെന്ന് ആൻറ്റിമണി അടിച്ച് ബിസ്മത്തായി. ഓക്സിജനും സൾഫറും കൂടി സിയിൽ പോയിട്ടപ്പോന്നായി. ഓക്സിജനും സൾഫറും കൂടി സിയിൽ പോയിട്ടപ്പോന്നായി. ഫ്ലൂറീനും ക്ലോറീനും ബ്രോമീനും കൂടി അയ്യേട്ടിൽ പോകണമെന്ന മോഹവുമായി ചെന്നപ്പോൾ നീ ആരാ എന്നൊക്കെ ചോദിച്ചപ്പോൾ KR ബേക്കറിൽ പോയി വാളെടുത്ത് റൗഡിയായി. മനസ്സിൻ്റെ പൂങ്കാവനം അത് പീരിയോഡിക് ടേബിൾ ആവണം. മനസ്സിൻ്റെ പൂങ്കാവനം അത് പീരിയോഡിക് ടേബിൾ ആവണം. ആ വീഡിയോ ഇതുവരെ കാണാത്ത പുതിയ വിദ്യാർത്ഥിയാണ് ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ തീർച്ചയായും പാർട്ട് 1 കാണുക. അതിനുശേഷം നമ്മൾ പാർട്ട് 2 ചെയ്തു. നമ്മുടെ പീരിയോഡിക് ടേബിളും ഇലക്ട്രോൺ വിന്യാസവും എന്ന് പറയുന്ന പാഠഭാഗത്തിലേക്ക് നമ്മൾ ഇറങ്ങിച്ചെന്നു. അതിലെന്തായിരുന്നു നമ്മൾ പറഞ്ഞത്? ഷെല്ലുകളെക്കുറിച്ചും സബ് ഷെല്ലുകളെക്കുറിച്ചും. ന്യൂക്ലിയസിന് ചുറ്റും കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു സർക്കിൾ ആകൃതിയിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു എനർജി ലെവലാണ് അല്ലെങ്കിൽ ഒരു ഊർജ നിലയാണ് യഥാർത്ഥത്തിൽ ഷെല്ലുകൾ. ഈ ഊർജ നിലകൾക്ക് ധാരാളം സബ് ഷെല്ലുകളുണ്ട് അല്ലെങ്കിൽ സബായിട്ടുള്ള ഊർജ നിലകളുണ്ട്. അവരെ പറഞ്ഞ പേരായിരുന്നു സബ് ഷെൽ എന്ന് നമ്മളത് പഠിച്ചിട്ടുണ്ട്. ഏതൊക്കെയായിരുന്നു ആ സബ് ഷെല്ലുകൾ? SPDF. എസ് ബ്ലോക്കിൽ കൊള്ളുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം 2 ആണ്. പി ബ്ലോക്കിൽ കൊള്ളുന്ന മാക്സിമം നമ്പർ ഓഫ് ഇലക്ട്രോണുകളുടെ എണ്ണം 6 ആണ്. ഡിയിൽ കൊള്ളുന്നത് 10 ആണ്. എഫിൽ കൊള്ളുന്നത് 14 ആണ്. ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. അതോടൊപ്പം തന്നെ ആ പാർട്ടിൽ നമ്മൾ പഠിച്ചൊരു ഭാഗം ഉണ്ടായിരുന്നു. എന്തായിരുന്നു? ഓരോ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസവും എഴുതുമ്പോൾ നമ്മൾ ഊർജം കൂടി വരുന്ന ക്രമത്തിലാണ് എഴുതുന്നത് എന്ന് പ്രത്യേകം പറഞ്ഞിരുന്നു. ഊർജം കൂടി വരുന്ന ക്രമത്തിലായിരുന്നു സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം എഴുതാറുള്ളത്. എന്തായിരുന്നു ആ ഓർഡർ? ഇതായിരുന്നു: 1s 2s 2p 3s 3p 4s 3d 4p 5s 4d അങ്ങനെ പോകും അല്ലേ? അതായത് സബ്ഷെല്ലിലെ ഇലക്ട്രോൺ പൂരണം ഊർജം കൂടി വരുന്ന ക്രമത്തിൽ എഴുതിയിരിക്കുകയാണ്. ഇത് നമ്മളൊരു പാട്ട് പാടിയായിരുന്നു പഠിച്ചത്. അതിനു മുമ്പേ അതിലെ വരികൾ നമുക്കൊന്ന് ഓർത്ത് നോക്കാം. ഷെല്ലുകൾ ഏതൊക്കെയാണ്? KLMN. ഷെല്ലുകൾ നിങ്ങൾ എഴുതുന്ന സമയത്ത് ക്യാപിറ്റൽ ലെറ്ററിൽ എഴുതണം. വലിയ അക്ഷരത്തിൽ KLMN എന്ന് എഴുതണം. കാര്യം അത് മെയിൻ എനർജി ലെവലാണ്, മെയിൻ ഷെല്ലാണ് KLMN. കെയിൽ കൊള്ളുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം 2 ആണ്. Lൽ 8 ആണ്. Mൽ 18, Nൽ 32. നിങ്ങൾ സബ് ഷെല്ലുകൾ എഴുതുമ്പോൾ സ്മോൾ ലെറ്റർ S, സ്മോൾ ലെറ്റർ P, സ്മോൾ ലെറ്റർ D, സ്മോൾ ലെറ്റർ F അതങ്ങനെ പ്രത്യേകം തന്നെ എഴുതണം. കാരണം അവർ ഈ ഷെല്ലുകളുടെ മെയിൻ ഷെല്ലുകളുടെ സബ് ഷെല്ലുകളാണ്. അതുകൊണ്ടാണ് നമ്മൾ സ്മോൾ ലെറ്ററിൽ എഴുതുന്നത്. അവരുടെ ഓർഡർ നമ്മൾ പഠിച്ചത് ഇങ്ങനെയാണ്: 1s 2s 2p 3s 3p 4s 3d 4p 5s 4d. 1s 2s 2p 3s 3p 4s 3d 4p 5s 4d. ഫില്ലിംഗ് ഓഫ് ഇലക്ട്രോൺ സബ് ഷെല്ലിലാണ്. അസെൻഡിങ് ഓർഡർ ഓഫ് എനർജിയാണ്. 2 8 18 32 ഉണ്ട്. KLMNൽ കൊള്ളും ഇലക്ട്രോൺ ആണ്. എസ്സിൽ 2, പിയിൽ 6, ഡിയിൽ 10, എഫിൽ 14. എത്ര കൊള്ളും? ഇത്രയും കൊള്ളും. എത്ര കൊള്ളും? ഇത്രയും കൊള്ളും. 1s 2s 2p 3s 3p 4s 3d 4p 5s 4d. 1s 2s 2p 3s 3p 4s 3d 4p 5s 4d.
ഫില്ലിംഗ് ഓഫ് ഇലക്ട്രോൺ സബ്ഷെല്ലിലാണ്, അതായത് സബ്ഷെല്ലിലെ ഇലക്ട്രോൺ പൂരണം. അസെൻഡിങ് ഓർഡർ ഓഫ് എനർജിയാണ്, ഊർജം കൂടി വരുന്ന ക്രമത്തിലാണ് എഴുതുന്നത്. അതാണ് ആ പാട്ടിൽ പറഞ്ഞിരിക്കുന്നത്. ഇനി നമുക്ക് ഈ ഒരു പാട്ടിലേക്ക് നമുക്ക് പോകാം. അതിനു മുമ്പേ നോക്കുക, ചില മൂലകങ്ങൾ ഇവിടെ തന്നിട്ടുണ്ട്. പൊട്ടാസ്യം 19, അറ്റോമിക് നമ്പർ 19 ആയിട്ടുള്ള പൊട്ടാസ്യം, 25 ആയിട്ടുള്ള മാംഗനീസ്, 10 അറ്റോമിക് നമ്പർ വരുന്ന നിയോൺ, 18 അറ്റോമിക് നമ്പർ വരുന്ന ആർഗൺ, 36 അറ്റോമിക് നമ്പർ വരുന്ന ക്രിപ്റ്റോൺ. ഇവരുടെയൊക്കെ പൂരണം നടക്കുന്ന ക്രമം എങ്ങനെയാണ്, സബ്ഷെൽ ഇലക്ട്രോണിക് വിന്യാസം എങ്ങനെയായിരിക്കും എന്നാണ് നമ്മൾ എഴുതാൻ പോകുന്നത്. ഇവിടെ നോക്കുക, എസിൽ കൊള്ളുന്ന മാക്സിമം ഇലക്ട്രോണുടെ എണ്ണം എത്രയാണ്? 2 അല്ലേ? അപ്പോൾ 1s2. ഈ എസ് കാണുന്ന സ്ഥലങ്ങളിലൊക്കെ 2 കൊടുക്കുക. 2s2, 3s2, 4s2, 5s2. പിയിൽ കൊള്ളുന്ന മാക്സിമം ഇലക്ട്രോണുടെ എണ്ണം 6 ആണ്. പിയിൽ കൊള്ളുന്ന ഇലക്ട്രോണുകളുടെ പൂരണം 6 ആണ്. സോ പി കാണുന്നിടത്തൊക്കെ 6 കൊടുക്കുക. 2p6, 3p6, 4p6. ഡിയിലെ മാക്സിമം ഇലക്ട്രോണുടെ എണ്ണം 10 ആണ്. സോ 3d 10 ആണ് ഉണ്ടാവുക. അതുപോലെ തന്നെ 4d 10 ആണ് ഉണ്ടാവുക. ശരിയാണല്ലോ. ഇവിടെ പൂരണം നടക്കുന്ന ക്രമത്തിൽ പറയുന്നതിന് മുമ്പേ ഈ എന്താണ് ഈ ഒരു 3p6, അല്ലെങ്കിൽ ഒരു എക്സാമ്പിൾ പറയാം 2p5. 2p5 എന്താണ് ഈ 2p5 എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? പി എന്ന് പറയുന്ന സബ്ഷെല്ലിലെ 2 എന്ന് പറയുന്ന ഷെല്ലിൽ 5 ഇലക്ട്രോണുകളാണ് പൂരണം ചെയ്തിരിക്കുന്നത് എന്നാണ് ഈ 2p5 എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. നിങ്ങളിത് വായിക്കുമ്പോൾ 1s കാതം 2 എന്ന് വായിക്കരുത്. ഇത് 1s2 എന്നാണ് വായിക്കുക. 2s2, 2p6. ഇപ്പോൾ ഒരു 2p5 എന്ന് പറഞ്ഞിരിക്കുന്ന ആൾ എന്താണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്? പി എന്ന് പറയുന്നത് പി സബ്ഷെല്ലിലാണ് അയാൾ ഉണ്ടാവുക. പി സബ്ഷെല്ലായിരിക്കും. ഈ 2 എന്ന് പറയുന്നത്, അതായത് പിയുടെ ഇടതുഭാഗത്ത് എഴുതിയിരിക്കുന്ന നമ്പർ എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? അത് സൂചിപ്പിക്കുന്നത് ഷെൽ നമ്പറാണ്. രണ്ടാമത്തെ ഷെല്ല് അതാരാണ്? എൽ എന്ന് പറയുന്ന ഷെല്ലല്ലേ? ഫസ്റ്റ് കെ, എൽ, എം, എൻ. ഒന്നാമത്തെ ഷെല്ല് കെ, രണ്ടാമത്തെ ഷെല്ല് എൽ, മൂന്നാമത്തെ ഷെല്ല് എം, നാലാമത്തെ ഷെല്ല് എൻ. അപ്പോൾ ഈ 2 എന്ന് പറയുന്ന നമ്പർ എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? ഷെൽ നമ്പറിനെയാണ് സൂചിപ്പിക്കുന്നത്. പിയുടെ മുകളിൽ പവറായി എഴുതിയിട്ടുള്ള 5 എന്ന സംഖ്യ എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? അത് ഇലക്ട്രോണുകളുടെ എണ്ണത്തെയാണ് സൂചിപ്പിക്കുന്നത്. സോ 2p5 എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താ? രണ്ടാമത്തെ ഷെല്ലിലെ പി എന്ന് പറയുന്ന സബ് ഷെല്ലിൽ 5 ഇലക്ട്രോണുകളാണ് നിറഞ്ഞിരിക്കുന്നത്, പൂരണം ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഒരു 3p6 ആണെങ്കിലോ, 3p6 ആണെങ്കിൽ മൂന്നാമത്തെ ഷെല്ലിലെ പി എന്ന് പറയുന്ന സബ് ഷെല്ലിൽ 6 ഇലക്ട്രോണുകളാണ് പൂരണം ചെയ്തിരിക്കുന്നത് എന്നാണ് 3p6 എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ഒരല്പം എലമെന്റുകളുടെ പൂരണം നടക്കുന്ന ക്രമം ഒന്ന് എഴുതി നോക്കാം. പൊട്ടാസ്യം 19 ആണെങ്കിൽ ആദ്യം നമ്മൾ 1s എത്ര കൊള്ളും? 2. 1s2 ശേഷം പിന്നെ അടുത്ത ഊർജം കൂടിയ സബ് ഷെൽ ഏതാണ്? 2s2. 2s എഴുതുക. 2s2. 2p അടുത്തത് ആരാണ്? 2p നോക്കി പറയണം. 2p6. പിന്നീട് എന്താ വരിക? 3s2, 3p6. ഒരു മിനിറ്റ്. പൊട്ടാസ്യം 19 അല്ല ഇതിൽ വരുന്നത്. 19 ഇലക്ട്രോണുകളാണ് പൊട്ടാസ്യത്തിലുള്ളത്. ഇപ്പൊ എത്ര ഇലക്ട്രോണുകളായി? 2, 2, 4, 6, 10, 12, 12, 6, 18. പൊട്ടാസ്യത്തിൽ എത്ര ഇലക്ട്രോൺ ഉണ്ട്? 18 ഒരു ഒന്നുകൂടി കൂടുതലാണ്, 19 ആണ്. അപ്പൊ 3p6 ശേഷം അടുത്തത് ആരാ? 4s2 ആണ്. 4sൽ 2 എണ്ണം കൊള്ളും, പക്ഷെ ബാലൻസ് എത്രയേ ഉള്ളൂ? 1 ഇലക്ട്രോണേ ഉള്ളൂ. സോ ഇവിടെ നമുക്ക് എന്ത് ചെയ്താം? 4s1. ഇതാണ് പൊട്ടാസ്യത്തിന്റെ ഇലക്ട്രോണിക് പൂരണ വിന്യാസം. ഇനി അടുത്തത് ഒരു എക്സാമ്പിൾ കൂടി പറയാം. മാംഗനീസ് 25 ആണ്. 25 ഇലക്ട്രോണുകളുള്ള മാംഗനീസിന്റെ പൂരണം നടക്കുന്ന ക്രമം എങ്ങനെയായിരിക്കും? പറ. 1s2, 1s2, 2s2, 2p6, 3s2, 3p6, 4s2. നോക്കിയ മാംഗനീസിൽ 25 ഇലക്ട്രോണുകൾ ഇല്ലേ? ഇപ്പൊ എത്ര ഇലക്ട്രോണുകളായി? 2ഉം 2ഉം 4, 4ഉം 6ഉം 10, 10ഉം 2ഉം 12, 12ഉം 6ഉം 18, 18 2ഉം 20. 20 4s2 എത്ര ഇലക്ട്രോണുകളായി? 20. ബാക്കി എത്ര ഉണ്ട്? 5 ഇലക്ട്രോൺ കൂടി നിറയണം. 4s2 കഴിഞ്ഞാൽ പിന്നെ ആരാ കാണുന്നത്? 3d ആണ്. 3dയിൽ എത്ര കൊള്ളും? 10 ഇലക്ട്രോണുകൾ കൊള്ളും, പക്ഷെ ഇവിടെ ബാക്കി എത്രയുള്ളത്? 5 ഇലക്ട്രോണുകളാണ്. സോ 3d5 എന്ന് എഴുതുക. നോക്കിയ 2ഉം 2ഉം 4, 6ഉം 10, 2ഉം 12, 18, 20, 25. ഇതാണ് മാംഗനീസിന്റെ സബ്ഷെൽ ഇലക്ട്രോണിക് വിന്യാസം. നിങ്ങളിങ്ങനെ വളരെ പെട്ടെന്ന് എഴുതണമെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ഓർത്താൽ മതി. 2p6 എന്ന് പറയുന്ന ആൾ വരെ 10 ഇലക്ട്രോൺ ആയിരിക്കും ഉണ്ടാവുക. 2p6 വരെ 10 ഇലക്ട്രോൺ ഉണ്ടാവുക. 4s2 വരെ
20 ഇലക്ട്രോൺ ഉണ്ടാവുക. 2p6 വരെ 10 ഇലക്ട്രോൺ ആണ് ഉണ്ടാവുക. 4s2 വരെ 20 ഇലക്ട്രോൺ ആണ് ഉണ്ടാവുക. അത് ആലോചിച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് എഴുതാൻ പറ്റും. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സിങ്ക് എന്ന് പറയുന്ന ആൾ, പോട്ടെ സിങ്ക് വേണ്ട, സ്കാൻഡിയം 21 ആണ് അറ്റോമിക് നമ്പർ. സ്കാൻഡിയത്തിന് നമ്മൾ എങ്ങനെ എഴുതാം? പെട്ടെന്ന് ആലോചിക്കുക. 4s2 വരെ 20 ആണ്. 4s2 വരെ 20 ആണ്. അപ്പോൾ അവിടെ വരെയുള്ള എഴുതി വെക്കുക. അത് കഴിഞ്ഞാൽ വരുന്നത് 3D. 20 കഴിഞ്ഞാൽ 1 പോരെ, സോ 3D 1. 4s2 വരെ 20 ആണ് എന്നറിയുന്ന ഒരു കുട്ടിക്ക് പെട്ടെന്ന് 4s2 3D 1 ആണ് സ്കാൻഡിയത്തിൻ്റെ 21 അറ്റോമിക് നമ്പറുള്ള സബ് ഇലക്ട്രോണിക് വിന്യാസം എഴുതുക എന്ന് അറിയാൻ പറ്റും. അപ്പോൾ 2p6 വരെ 10 ഇലക്ട്രോണുകളാണ് എന്ന് മനസ്സിലാലോചിച്ചാൽ മതി. 4s2 വരെ 20 ആണ് എന്ന് ആലോചിച്ചാൽ നമുക്ക് പെട്ടെന്ന് എഴുതാൻ പറ്റും, കാണാതെ അങ്ങ് എഴുതാൻ പറ്റും. ഓക്കെ, ഇനി അടുത്തത് ഈ എലമെൻറ്റുകളെ കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത്. നിയോണ്, ആർഗണ്, ക്രിപ്റ്റോണ്. നിയോൺ 10 അറ്റോമിക് നമ്പറുള്ള നിയോൺ, ഇതിൻ്റെ എന്താ പറയുക, ഇലക്ട്രോണിക് വിന്യാസം എങ്ങനെയാണ് എഴുതുക? നിയോൺ 10 ആണെങ്കിൽ എങ്ങനെയായിരിക്കും? എൻ്റെ കൂടെ പറ. 1s2, 2s2, 2p6 അല്ലേ? ഞാൻ പറഞ്ഞു 2p6 വരെ 10 ഉണ്ടാവുക. 6ഉം 2ഉം 8, 8ഉം 2ഉം 10. ഇനി ആർഗൺ 18 ആണ് ഉണ്ടാവുക. 18 ആകുമ്പോൾ എത്ര ഉണ്ടാവും? നമുക്കറിയാം 2p6 വരെ 10. അപ്പോൾ അവിടെ വരെ എന്തായാലും എഴുതണം. സോ 1s2, 2s2, 2p6. അത് കഴിഞ്ഞാൽ പിന്നെ അടുത്തതാരാ? 3s2, 3p6. എപ്പോൾ എത്ര? 10ഉം 2ഉം 12ഉം 6ഉം 18. ആർഗൺ 18 ആയോ? ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചോ, നിയോൺ 10, ആർഗൺ 18. ഇവരുടെയൊക്കെ അവസാന സബ്ഷെല്ലിൽ വന്നിരിക്കുന്നത് പി ആണ്. അപ്പം നിയോണും ആർഗണും ഒക്കെ പിയിലാണ് ഉണ്ടാവുക. ഇവിടെ 2p6 എന്ന് എഴുതി, 3p6 എഴുതി. പിയിൽ കൊള്ളുന്ന മാക്സിമം ഇലക്ട്രോണിൻ്റെ എണ്ണം എത്രയാണ്? പിയിൽ 6 ആണല്ലോ മാക്സിമം കൊള്ളുക. ഇവിടെ 2p6 ഉണ്ട്, 3p6 ഉണ്ട്, കംപ്ലീറ്റ്ലി ഫിൽഡ് ആണ്. അപ്പോൾ ഇവരാരാണ്? ഇവരാണ് നോബിൾ ഗ്യാസ് അഥവാ ഉത്കൃഷ്ട മൂലകങ്ങൾ എന്ന് പറയും. നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും അലസവാതകങ്ങൾ. 18ാമത്തെ ഗ്രൂപ്പിലെ എലമെൻറ്റുകൾ നമ്മൾ പാടി പഠിച്ചതാ. നീ ആരാ എന്നൊക്കെ ചോദിച്ചപ്പോൾ KR ബേക്കറിയിൽ പോയി വാളെടുത്ത് റൗഡിയായി. ആരായിരുന്നവർ? 18ാമത്തെ ഗ്രൂപ്പിലെ നോബിൾ ഗ്യാസ് അഥവാ ഉത്കൃഷ്ടവാതകങ്ങൾ, അലസവാതകങ്ങൾ എന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതായത് കംപ്ലീറ്റ്ലി ഫിൽഡ് ആയിട്ട് പൂർണ്ണമായും ഇലക്ട്രോണുകൾ പൂരണം ചെയ്തിരിക്കുന്ന ഈ അറ്റോമിക് നമ്പർ വരുന്നവരാണ് ആര്? അലസവാതകങ്ങളായിട്ടുള്ള ഉത്കൃഷ്ട മൂലകങ്ങൾ. അവയിൽപ്പെട്ട മൂലകങ്ങളാണ് നിയോണും ആർഗണും ക്രിപ്റ്റോണും ഒക്കെ. ഇവരെ കൊണ്ടുള്ളൊരു ഉപകാരം എന്താണെന്നറിയോ? അതെന്താണെന്നാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. സബ്ഷെൽ ഇലക്ട്രോണിക് വിന്യാസത്തിൻ്റെ ചുരുക്കെഴുത്താണ് ഇനി പറയാൻ പോകുന്നത്. ഉയർന്ന അറ്റോമിക് നമ്പറുള്ള മൂലകങ്ങളെ നമ്മൾ അവയുടെ പ്രതീകങ്ങൾ എഴുതുന്ന സമയത്ത്, അല്ലെങ്കിൽ അവരുടെ സബ്ഷെൽ ഇലക്ട്രോണിക് വിന്യാസം എഴുതുന്ന സമയത്ത് ചുരുക്കത്തിൽ എഴുതാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? ആ ഉയർന്ന അറ്റോമിക് നമ്പറുള്ള മൂലകങ്ങൾക്ക് തൊട്ട് മുന്നേയുള്ള ഉത്കൃഷ്ട മൂലകങ്ങളെ നമ്മൾ കടമെടുക്കും, അല്ലെങ്കിൽ അവരുടെ ഇലക്ട്രോൺ വിന്യാസം നമ്മളങ്ങ് കടമെടുക്കും. ഏതായിരുന്നു ആ ഉത്കൃഷ്ട മൂലകങ്ങൾ? 18ാം ഗ്രൂപ്പിലുള്ള നിയോൺ, ആർഗൺ, ക്രിപ്റ്റോൺ, ക്സെനോൺ, റാഡോൺ. നമ്മൾ പാട്ടുപാടി പഠിച്ചതാണ്. നീ ആരാ എന്നൊക്കെ ചോദിച്ചപ്പോൾ KR ബേക്കറി പോയി വാളെടുത്ത് റൗഡിയായി മനസ്സിൻ എന്ന് പറഞ്ഞ് നമ്മൾ പാടിയതാണ്. സോ നിയോൺ 10 ആണ് അതിൻ്റെ അറ്റോമിക് നമ്പർ. ആർഗൺ 18 ആണ്, ക്രിപ്റ്റോൺ 36 ആണ്, ക്സെനോൺ, റാഡോൺ അതിൻ്റെ താഴോട്ട് വരും. ഗ്രൂപ്പിൽ താഴോട്ട് പോകുന്നതിനനുസരിച്ച് ഇലക്ട്രോണുകളുടെ എണ്ണം കൂടുകയാണ് ചെയ്യുന്നത്. ഇവിടെ നോക്കുക, സബ്ഷെൽ ഇലക്ട്രോണിക് വിന്യാസത്തിൻ്റെ ചുരുക്കെഴുത്ത് പറയുമ്പോൾ നമ്മളൊരു എക്സാമ്പിൾ പറയുന്നത് പൊട്ടാസ്യം 19. പൊട്ടാസ്യം 19 എന്ന് പറയുന്ന അറ്റോമിക് നമ്പറുള്ള പൊട്ടാസ്യത്തിൻ്റെ ഇലക്ട്രോണിക് വിന്യാസമാണ് ഈ എഴുതിയിരിക്കുന്നത്. അതായത് 19, 1s2, 2s2, 2p6. 2p6 വരെ എത്ര ഇലക്ട്രോണുകൾ ഉണ്ടാവും? നമ്മൾ പറഞ്ഞു 10 ഇലക്ട്രോണുകൾ ഉണ്ടാവും. 10 + 2 12, 12 + 6 18, 1 19. ഇതിന് അതുവരെ എഴുതുന്നതിന് മുമ്പേ പൊട്ടാസ്യം 19 മുൻപേ ഏതെങ്കിലും ഉത്കൃഷ്ട മൂലകമുണ്ടോ? ഉണ്ട്. 18 കാണിക്കുന്ന ആർഗൺ ഉണ്ട് അല്ലേ? അപ്പോൾ അതായത് 3p6 വരെയാണല്ലോ 18 വരുന്നത്. പി എന്ന് പറയുന്ന സബ്ഷെല്ലിൽ കൊള്ളുന്ന മാക്സിമം ഇലക്ട്രോണുകളുടെ എണ്ണം 6 ആണ്. 3p6 എല്ലാ ഉത്കൃഷ്ട മൂലകങ്ങളുടെയും അവസാനത്തെ സബ്ഷെല്ല് കംപ്ലീറ്റ്ലി ഫിൽഡ് ആയിരിക്കും, പൂർണ്ണമായും പൂരണം ചെയ്തിട്ടുണ്ടാകും. അപ്പോൾ 3p6 വരെയുള്ളത് ആരാണ്? ആർഗൺ ആണ്. 18 വരുന്ന ആർഗൺ. സോ ആർഗണിനെ നമ്മൾ ഒരു സ്ക്വയർ ബ്രാക്കറ്റിൽ കാണിക്കുക, ഒരു ബോക്സിൽ എഴുതിയതിന് ശേഷം അതിനുശേഷമുള്ള 4s1 എഴുതുക.
ഇതെങ്ങനെ നമുക്ക് ചുരുക്ക രൂപത്തിൽ എന്ത് ചെയ്യാൻ പറ്റും? സബ്ഷെൽ ഇലക്ട്രോണിക് വിന്യാസം എഴുതാൻ പറ്റും. പൊട്ടാസ്യം 19 എന്ന് പറയുന്ന ആളെ ആർഗൺ വിത്ത് ഒരു സ്ക്വയർ ബ്രാക്കറ്റ് കൂടി കൊടുത്തു, അതിനുശേഷം 4s1 എന്ന് എഴുതിയാൽ ഇത് ആരാണ്? ആർഗൺ അല്ല, ആർഗണിന് ശേഷം 4s1 വരുന്ന പൊട്ടാസ്യമാണ് എന്നാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഒരു എക്സാമ്പിൾ കൂടി പറയാം. മഗ്നീഷ്യം 12, 2 2 4 6 10 2 12. അപ്പോൾ ഈ 10 വരെ ആരാണെന്നറിയോ? മഗ്നീഷ്യം 12ന് മുമ്പേ ഏതെങ്കിലും ഒരു ഉത്കൃഷ്ട മൂലകമുണ്ടോ? 12ന് മുമ്പേ 11 10 8 ഉണ്ട്, 10 ഉണ്ട്. നിയോൺ 10 ആണ്, ശരിയല്ലേ? നിയോണിൻ്റെ അറ്റോമിക് നമ്പർ 10 ആണ്. സോ നിയോൺ 1s2 2s2 2p6 ഇത് ആരാണ്? അത് നിയോൺ ആണ്, അല്ലേ? ഇത് നിയോൺ ആണ്. അപ്പോൾ നമുക്ക് മഗ്നീഷ്യത്തിൻ്റെ ഇലക്ട്രോണിക് വിന്യാസം ചുരുക്കത്തിൽ എങ്ങനെ എഴുതാം? നിയോൺ എന്ന് എഴുതുക, ഇങ്ങനെ ഒരു സ്ക്വയർ ബ്രാക്കറ്റ് എഴുതുക, അതിനുശേഷമുള്ള 3s2 എഴുതുക. നിയോൺ ഇൻ ദ സ്ക്വയർ ബ്രാക്കറ്റ് പ്രിസീഡിങ് 3s2 എന്ന് പറയുന്നത് ആരാണ്? ഇത് നിയോൺ അല്ല, മഗ്നീഷ്യമാണ്. ഒരു എക്സാമ്പിൾ കൂടി പറയാം, ഒരു വലിയൊരു എക്സാമ്പിൾ തന്നെ പറയാം. സ്ട്രോൺഷ്യം 38. നിങ്ങൾ പീരിയോഡിക് ടേബിൾ എപ്പോഴും നിങ്ങളുടെ മുമ്പിൽ വേണം. പീരിയോഡിക് ടേബിളിലെ രണ്ടാമത്തെ ഗ്രൂപ്പിലെ 38 അറ്റോമിക് നമ്പർ കാണിക്കുന്ന സ്ട്രോൺഷ്യം, കാൽഷ്യത്തിന് ശേഷം താഴെ വരുന്ന സ്ട്രോൺഷ്യത്തിൻ്റെ ഈ സബ്ഷെൽ ഇലക്ട്രോണിക് വിന്യാസമാണ് ഈ എഴുതിയിരിക്കുന്നത്. 38 നമുക്ക് നോക്കാം. 2 2 4, 4 6 10, 10 2 12, 12 6 18, 18 2 20. ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇതിന് മുമ്പേ 4s2 വരെ 20 ആണ് ഉണ്ടാവുക. 20 10 30, 30 6 36 2 38. ഈ 38 എന്ന് പറയുന്ന അറ്റോമിക് നമ്പറിന് മുമ്പേ ഏതെങ്കിലും ഒരു ഉത്കൃഷ്ട മൂലകം വരുന്നുണ്ടോ? 37 36? ഉണ്ട്, 36 ഉണ്ട്. അതാണ് ആര്? ക്രിപ്റ്റോൺ. അപ്പോൾ 36 വരെ, ഈ എഴുതിയിരിക്കുന്ന 36 വരെ ഉള്ളത് ആരാണ്? ക്രിപ്റ്റോൺ ആണ്, ശരിയല്ലേ? ഈ ക്രിപ്റ്റോണിനെ നമുക്കൊരു സ്ക്വയർ ബ്രാക്കറ്റിൽ കൊടുത്തതിന് ശേഷം 5s2 എന്ന് എഴുതിയാൽ ഇത് ആരായിട്ട് മാറും? സ്ട്രോൺഷ്യമായിട്ട് മാറും. അപ്പോൾ ഇങ്ങനെ നമുക്ക് വലുതാക്കി എഴുതുന്നതിനേക്കാളും ചുരുക്ക രൂപത്തിൽ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം എഴുതാം. ഓക്കെ, അപ്പോൾ ഈ ഒരു ചുരുക്കെഴുത്ത് പ്രത്യേകം ശ്രദ്ധിക്കുക. വളരെ സിമ്പിളാണ്. നിങ്ങൾ ഉയർന്ന അറ്റോമിക് നമ്പറുള്ള മൂലകങ്ങൾക്ക് തൊട്ട് മുന്നേ വരുന്ന ഉത്കൃഷ്ട മൂലകങ്ങളുടെ പ്രതീകത്തെ ഒരു സ്ക്വയർ ബ്രാക്കറ്റിൽ എഴുതി അതിനുശേഷം വരുന്ന സബ്ഷെല്ലുകളെ അതിന് തൊട്ടു പിന്നാലെ എഴുതിക്കൊണ്ടാണ് നമ്മൾ സബ്ഷെൽ ഇലക്ട്രോണിക് വിന്യാസത്തെ ചുരുക്ക രൂപത്തിൽ പൂരണം ചെയ്യിക്കുന്നത്. സോ ഇനി നമുക്ക് പറയാനുള്ളത്, ഇങ്ങനെയൊക്കെ നമ്മൾ സബ്ഷെൽ ഇലക്ട്രോണിക് വിന്യാസം എഴുതുന്നുണ്ട്. പക്ഷേ ഏതെങ്കിലും ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നുണ്ടോ? ഇതിൽ നിന്നും വ്യതിയാനം ചെയ്യുന്നുണ്ടോ? അതായത് ഏതെങ്കിലും മൂലകങ്ങൾ സബ്ഷെൽ ഇലക്ട്രോണിക് വിന്യാസം, അതായത് ഇപ്പോൾ 3p6 കഴിഞ്ഞാൽ 4s2 തന്നെയാണോ ഉണ്ടാവുക, എല്ലാവർക്കും അങ്ങനെയാണോ ഉണ്ടാവുക എന്നതിൽ 2 ആൾക്കാർ വ്യതിയാനം കാണിക്കുന്നുണ്ട്. ആ 2 ആൾക്കാരെ കുറിച്ചാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. ക്രോമിയവും കോപ്പറും. ഈ 2 മൂലകങ്ങളും വ്യത്യസ്തമായ സവിശേഷത ഇലക്ട്രോൺ വിന്യാസ പൂരണത്തിൽ കാണിക്കുന്നുണ്ട്. കാരണം എന്താണ് എന്ന് എക്സാമിന് നിർബന്ധമായും ചോദിക്കുന്ന ആവർത്തന ചോദ്യങ്ങളിൽ ഒന്നാണ് ഇപ്പോൾ പറയാൻ പോകുന്നത്. ക്രോമിയത്തിൻ്റെ അറ്റോമിക് നമ്പർ 24, കോപ്പറിൻ്റെ അറ്റോമിക് നമ്പർ 29. അവരുടെ ഇലക്ട്രോൺ വിന്യാസം എങ്ങനെയാണ് വരേണ്ടത് നോക്കുക. ക്രോമിയം 24 ആണെങ്കിൽ 1s2 2s2 2p6 3s2 3p6 4s2 3d4. ഇങ്ങനെയാണ് ഓർഡർ ഓഫ് ഫില്ലിംഗ്, അത് ഇലക്ട്രോണുകൾ വന്ന് നിറയുന്നത് ഇങ്ങനെയാണ്. കോപ്പർ 29 1s2 2s2 2p6 3s2 3p6 4s2 3d9 ഇങ്ങനെയാണ് ഉണ്ടാവുക. പക്ഷേ നിങ്ങൾ പീരിയോഡിക് ടേബിളിൻ്റെ റൂൾ പ്രകാരം ഇത് തെറ്റാണ്, ഇത് രണ്ടും തെറ്റാണ്. ഇങ്ങനെ എഴുതിയാൽ നിങ്ങൾക്ക് മാർക്ക് ലഭിക്കില്ല. അപ്പോൾ ക്രോമിയത്തിന് എന്തോ ഒരു പ്രത്യേകതയുണ്ട്. എന്താണെന്നറിയോ? ഇവരുടെ ഇലക്ട്രോൺ വിന്യാസം എഴുതുമ്പോൾ ഇങ്ങനെയാണ് എഴുതേണ്ടത്. 1s2 2s2 2p6 3s2 3p6 കഴിഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? 3d5 4s1 എന്നെഴുതുക. 3d5 4s1. ഇവിടെ ഒരു കാര്യം ഞാൻ ആദ്യമേ പറയാൻ വിട്ടുപോയൊരു കാര്യമാണ്, അതിവിടെ പറയുകയാണ്. നിങ്ങൾ 2 തരത്തിൽ ഇലക്ട്രോൺ വിന്യാസം പഠിക്കുന്നുണ്ട്. ഒന്ന് ഇലക്ട്രോണുകൾ വന്ന് നിറയുന്നതും, 2 അവരെ എഴുതുന്നതും. വന്ന് നിറയുന്ന ഓർഡറാണ് ഞാൻ ഇവിടെ എഴുതിയിരിക്കുന്നത്. എല്ലാവരും ക്ലാസ് എടുക്കുന്ന സമയത്ത് അതാണ് പറയാറ്. 4s2 കഴിഞ്ഞിട്ടാണ് 3d വരിക. അതായത് 4s എന്ന് പറയുന്ന സബ്ഷെല്ലിനേക്കാളും ഊർജം കൂടുതലാണ് 3d4ന്. പക്ഷേ നിങ്ങൾ പൂരണം ചെയ്ത ഓർഡർ എഴുതുന്ന സമയത്ത്
എന്താ പറയുക, മെത്തേഡ് ഓഫ് റൈറ്റിംഗ്, ഇലക്ട്രോണുകളെ എഴുതുന്ന സമയത്ത് 3d4 4s2 എന്ന് അങ്ങോട്ട് തിരിച്ചെഴുതും. കാരണം ഈ ഷെൽ നമ്പർ കൂടി വരുന്ന ക്രമത്തിലാണ് നമ്മൾ എഴുതേണ്ടത്. 1 കഴിഞ്ഞ് 2, 2 കഴിഞ്ഞ് 3. അപ്പോൾ ഇവിടെ 3 കഴിഞ്ഞ് വീണ്ടും 3-ന് ഇടയിൽ ഒരു 4 വരുന്നുണ്ട്. അതുകൊണ്ട് എഴുതുന്ന സമയത്ത് 3d4 4s2 എന്ന് തിരിച്ചെഴുതണം. ഓക്കെ, അതുകൊണ്ടാണ് ഞാനിവിടെ 3d 4s അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചെഴുതിയത്. പക്ഷേ ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചോ, ഇവിടെ 4sൽ 2 ഇലക്ട്രോൺ ഉണ്ട്, പക്ഷേ ഇവിടെ 4sൽ 1 ഉള്ളൂ. ഇവിടെ 3d5ൽ 5 ഇലക്ട്രോണുകളുണ്ട്, ഇവിടെ 3d4 ഉള്ളൂ. അതെന്താ സംഭവിച്ചത്? ഇവിടെയുള്ള 2 1ലേക്ക് പോയതല്ലേ, 4ലേക്ക് പോയതല്ലേ. അതായത് ഡി സബ്ഷെല്ലിലുള്ള 4 ഇലക്ട്രോൺ എസിൽ നിന്ന് ഒരാളെ കടമെടുത്ത് 3d5 ആയിട്ട് മാറി അല്ലേ. അവിടെ എന്താ സംഭവിച്ചത്? യെസ്, ഡി എന്ന് പറയുന്ന സബ്ഷെല്ലിൽ കൊള്ളുന്ന മാക്സിമം നമ്പർ ഓഫ് ഇലക്ട്രോണുകളുടെ എണ്ണം എത്രയാണ്? 10 ആണ്. ഇനി ഡിയുടെ പകുതിയാണെങ്കിലോ ഡി ഹാഫ് എത്രയ്ക്ക് ഉണ്ടാവുക? 5 അല്ലേ ഉണ്ടാവുക. ഈ d5 അല്ലേ നിങ്ങളിവിടെ കാണുന്നത്. അതായത് പൂർണ്ണമായും ഇലക്ട്രോണുകൾ വന്ന് നിറഞ്ഞിരിക്കുന്ന സബ്ഷെല്ലും പകുതി നിറഞ്ഞിരിക്കുന്ന സബ്ഷെല്ലും സ്റ്റെബിലിറ്റി, അവരുടെ നിലനിൽപ്പ്, സ്ഥിരത കൂടുതലായിരിക്കും. അതായത് ഒന്നുകൂടി പറഞ്ഞു തരാം. ഡി എന്ന് പറയുന്ന സബ്ഷെല്ലിൽ കൊള്ളുന്ന മാക്സിമം ഇലക്ട്രോണുകളുടെ എണ്ണം 10 ആണ്. ശരിയാണല്ലോ. ഈ 10 എന്ന് പറയുന്നത് പൂർണ്ണമായും ഉള്ള ഇലക്ട്രോണുകളുടെ എണ്ണമാണ്. അതിൻ്റെ പകുതി എന്ന് പറയുന്നത് പകുതിയല്ലേ. പകുതി എന്ന് പറയുന്നത് പകുതി ഇലക്ട്രോൺ വിന്യാസമല്ലേ. ഇലക്ട്രോണുകൾ വന്നു ചേരുന്നത് d5 എന്ന് പറയുന്നത് 10ൻ്റെ പകുതിയാണല്ലോ. സോ ഒരു സബ്ഷെൽ അതിൻ്റെ പകുതി ഇലക്ട്രോണുകളെ കൈവരിച്ച് വെക്കുന്നതും ഒരു സബ്ഷെൽ അതിൻ്റെ പൂർണ്ണമായും ഇലക്ട്രോണുകളെ കൈവരിച്ച് വെക്കുന്നതും സ്ഥിരത കൂടുതലായിരിക്കും. ഇവിടെ 3d4 എന്ന് പറയുന്നത് ആ 4-ന് ഒന്നുകൂടി കിട്ടിയാൽ കൂടുതൽ സ്ഥിരത ലഭിക്കൂലേ. കാര്യം അത് ഹാഫ് ഫില്ലഡ് അല്ലേ, പകുതി നിറഞ്ഞവരാണല്ലോ. അപ്പോൾ ഈ 3d4-ന് ഒരാളെ കൂടി കിട്ടാൻ 4sൽ നിന്ന് ഒരാളെ കടം ചോദിക്കും. അങ്ങനെ ഒരാൾ 4ലേക്ക് പോകും, ബാക്കി 4s1 അവിടെ ഉണ്ടാകും. 4s1 3d5. അപ്പോൾ ക്രോമിയത്തിൻ്റെ സബ്ഷെൽ ഇലക്ട്രോണിക് വിന്യാസം ചോദിച്ചാൽ നിങ്ങൾ എഴുതേണ്ടത് ഇങ്ങനെയാണ്. അപ്പോൾ അവർ ചോദിക്കും, ഇങ്ങനെയല്ലേ വരേണ്ടത്, 3d4 4s2 എന്നല്ലേ വരേണ്ടത്, എന്തുകൊണ്ടാണ് 3d5 4s1 എന്ന് വന്നത്? കാരണം പകുതി നിറഞ്ഞ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ കൂടുതൽ സ്ഥിരത കൈവരിച്ചവരാണ്. പകുതി നിറഞ്ഞവർ ബാഹ്യമായി എന്ത് സ്ഥിരത വളരെ വളരെ കൂടുതലായിരിക്കും. പകുതി കോൺഫിഗറേഷനുള്ള പകുതി ഇലക്ട്രോണുകൾ നിറഞ്ഞ ആൾക്കാർക്ക് കൂടുതൽ സ്ഥിരതയുണ്ടാകും. ഓക്കെ, അപ്പോൾ കോപ്പറിൻ്റെ കേസിലോ? കോപ്പറിൻ്റെ കേസ് ഇതാ, ഇവിടെ 4s2 3d9 എന്നാണുള്ളത്. പക്ഷേ ഇങ്ങനെയല്ല, ഇത് തെറ്റാണ്. ഇതിൻ്റെ യഥാർത്ഥ ഇലക്ട്രോണിക് വിന്യാസം വരുന്നത് 1s2 2s2 2p6 3s2 3p6 3d10 4s1. ഇവിടെ 3d9 ആണുള്ളത്. അതെങ്ങനെ 3d10 ആയി? അതെ, ഈ 2-ൽ നിന്ന് ഒരാളെ കടമെടുത്തപ്പോൾ 4s1 ആയിട്ട് മാറി. എന്തുകൊണ്ടാണ് ഇവിടെ 3d10 ആയിട്ട് മാറിയത്? പൂർണ്ണമായും സ്ഥിരത കൈവരിച്ചവർക്ക് കൂടുതൽ സ്ഥിരത ഉണ്ടാകും. പൂർണ്ണമായും ഇലക്ട്രോണുകളെ നിറഞ്ഞ ആൾക്കാർക്ക് കൂടുതൽ സ്ഥിരതയുണ്ടാകും. അതുകൊണ്ടാണ് കോപ്പറും ക്രോമിയവും ഒക്കെ ഒരല്പം തൊട്ടടുത്തുള്ള സബ്ഷെല്ലിൽ നിന്ന് കടമെടുക്കുന്നത്. അവരെന്തിനാണ് കടമെടുക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പറയണം, പൂർണ്ണമായും ഇലക്ട്രോണുകൾ നിറഞ്ഞവരും പകുതി ഇലക്ട്രോണുകൾ നിറഞ്ഞ സബ്ഷെല്ലുകളും സ്ഥിരത മറ്റുള്ളവരെക്കാൾ കൂടുതലായിരിക്കും. അതായത് 3d5 കൂടുതൽ സ്ഥിരത കൈവരിച്ചവരാണ് 3d4-നേക്കാളും. 3d10 കൂടുതൽ സ്ഥിരത കൈവരിച്ചവരാണ് 3d9-നേക്കാളും സ്ഥിരത കൂടിയവരാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും ഒരു ഭാഗത്ത് നമ്മൾ പറഞ്ഞിരിക്കുന്നത് SPDF എന്ന് പറയുന്ന സബ്ഷെല്ലുകളെ കുറിച്ചാണ്. ഇനി നമുക്ക് പറയാനുള്ളത് പീരിയോഡിക് ടേബിളിലെ 4 ബ്ലോക്കുകളെ കുറിച്ചാണ്.